Hi friends, welcome to Amazing Cooking. I am Manjusree. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയായ വെണ്ടയ്ക്ക മസാലയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലെന്ന്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ വെണ്ടയ്ക്ക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ പുതുതായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മസാല എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഇന്ന് നോക്കാം. 300 ഗ്രാം വെണ്ടയ്ക്കയാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം തുണി കൊണ്ട് നന്നായി തുടച്ചെടുത്തതാണ്. അതിനുശേഷം അത് രണ്ടായി കട്ട് ചെയ്ത് നടുക്കുന്നൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ നമുക്ക് വേണം. ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു തക്കാളി ചോപ്പ് ചെയ്തത്, നല്ല റെഡ് കളറിൽ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. ഇവിടെ ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. സാൾട്ട്, പിന്നെ വേണ്ടത് ഡ്രൈ മാംഗോ പൗഡർ. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് മസാല യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല, കുക്കിംഗ് ഓയിൽ. അടുപ്പത്തുള്ള പാൻ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുക്കിംഗ് ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് സമയം കൊടുത്ത് ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇത് ഒരുപാട് ബ്രൗൺ കളറായി പോകാതെ, കളർ മാറാതെ, പക്ഷെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 3-4 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ലിഡൊന്ന് തുറന്ന് നോക്കാം. ഗ്യാസ് ഇപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ബാക്കി ഉണ്ടായിരുന്ന കുക്കിംഗ് ഓയിൽ കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചൂടായി കിടക്കുന്ന ഓയിലിനകത്തേക്ക് കടുകും നല്ല ജീരകവും പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി ജീരകമൊക്കെ നന്നായി മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവോള നന്നായി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഒരുപാട് വഴണ്ട് അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില കൂടെ ഈ സമയത്താണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് 2 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെക്കാം. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വെണ്ടയ്ക്ക ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ കോട്ടിംഗ് ഒക്കെ വെണ്ടയ്ക്കയുടെ അകത്തേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടെ 2 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്കയും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരികയുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വെണ്ടയ്ക്കയുടെയും മസാലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം ചപ്പാത്തിയുടെ കൂടെ എനിക്ക് വെണ്ടയ്ക്ക മസാല കൂട്ടി കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.